നമസ്കാരം. കേരളത്തിൽ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത, ഒരു സ്കൂളിൽ +1 വിദ്യാർത്ഥി പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നതാണ്. സാറന്മാരെ കൊന്നുകളയും എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. മറ്റ് ആൾക്കാരെല്ലാം ഭയന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് കേട്ടു നിൽക്കേണ്ടി വരിക, ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതെ, പരിഹരിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ ഈ കുറ്റവാളികളായി മാറുന്നവരുടെ മുമ്പിൽ നിസ്സഹായരായി കേരളത്തിലെ അധ്യാപക സമൂഹവും രക്ഷാകർതൃ സമൂഹവും നിൽക്കേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ധിക്കാരികളും അഹങ്കാരികളും അക്രമികളും ഒക്കെയായി മാറുവാൻ കാരണം? കുറ്റവാളികൾ അവരല്ല, ഉത്തരവാദികൾ അവരല്ല. അവരെ അങ്ങനെ ആക്കി തീർത്തത് 2-3 തരത്തിൽപ്പെട്ടവരാണ്, പ്രത്യേകിച്ചും 2 കൂട്ടരാണ്. ഒന്ന്, അധ്യാപകരോടൊന്നും ഒരു ബഹുമാനവും പാടില്ല, ആദരവ് പാടില്ല, അവരെ ഏതു തരത്തിലും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യാം എന്ന് പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും ഉണ്ട്, SFI. നമ്മൾ എത്രയോ തവണ കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു പ്രിൻസിപ്പളിന്റെ ചേംബറിൽ പോയിട്ട് അവരുടെ ചേംബറിന്റെ മുൻപിൽ പുറത്തുനിന്ന് അത് കുറ്റിയിട്ടിട്ട് അതിന്റെ മുൻപിലിരുന്ന് പച്ചയ്ക്ക് തെറി വിളിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ആട്ടുകയും ഒക്കെ ചെയ്യുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിന്റെ മുൻപിൽ നമ്മൾ കണ്ടതാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളിനോട് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതും, അതിനു മുൻപ് മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേര, അവരിയ്ക്കുന്ന പീഠം കത്തിച്ച് അവരെ കത്തിക്കുന്നതിന് തുല്യമെന്ന് കണക്കാക്കി അവരെ അത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ കസേര കത്തിച്ചത് കേരളം കണ്ടതാണ്. അതിലൂടെയൊക്കെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പാലക്കാട് വിക്ടോറിയ കോളേജിൽ രാഷ്ട്രീയ വിരോധം ഉള്ളതുകൊണ്ട് അവിടുത്തെ പ്രിൻസിപ്പളിനെ കുഴിച്ചിട്ടതായിട്ട്, കോളേജ് ക്യാമ്പസിൽ തന്നെ അവരെ കുഴിച്ചിട്ടതായി സാങ്കല്പികമായി, അത് പ്രതീകാത്മകമായി കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ റീത്ത് വെച്ച് അവരെ തെറി വിളിച്ചത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ എത്രയോ കോളേജുകളിലും വിദ്യാലയങ്ങളിലും ഇത്തരം ആക്രമണങ്ങളും തെറിവിളികളും ഭീഷണികളും ഒരു മടിയും കൂടാതെ, ഒരു പേടിയും കൂടാതെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ അധ്യാപകരുടെ നേരെ നോക്കി ആക്രോശിക്കുവാൻ മടിയില്ലാത്തവരായി വിദ്യാർത്ഥികളെ മാറ്റിത്തീർത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ആലോചിക്കേണ്ടതാണ്. രാഷ്ട്രീയം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അവനവന്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്തുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ വളർത്തുന്നത്? എന്തുകൊണ്ടാണ് അവരെ അക്രമികളാക്കി സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെ ആരെയും ബഹുമാനിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചു വളർത്തുന്നത്? ഗുരുശിഷ്യ ബന്ധം പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? അതെന്തോ ഒരു വരേണ്യവർഗത്തിന്റെ ഏർപ്പാടാണ്, സവർണാധിപത്യം, എല്ലാത്തിനും അതാണല്ലോ പറയുന്നത്. കേരളത്തിലെ ചില വിദ്യാലയങ്ങളിൽ ഗുരുപൂജ നടത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരുടെ, ആ വിദ്യാലയത്തിലെ അധ്യാപകരുടെ പാദപൂജ ചെയ്യുന്നു, അവരുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ. ചിലയിടങ്ങളിൽ മാതൃപൂജ ചെയ്യുന്നു. സ്കൂളിൽ തന്നെ മാതാപിതാക്കളെ വിളിച്ചു കൊണ്ടുവന്ന് അമ്മയുടെ കാല് കഴുകി പൂജിക്കുന്ന ചടങ്ങ് ചില സ്കൂളുകൾ നടത്തുന്നു. അതിലൂടെ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ മാതാപിതാക്കളോടുള്ള ഒരു ബഹുമാനം, ആദരവ്, ഭക്തി ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സാധിക്കുന്നുമുണ്ട്. അധ്യാപകരെ പൂജിക്കുമ്പോൾ, അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് അവരെ നമസ്കരിക്കുമ്പോൾ ആ ഗുരുവും ശിഷ്യരും എന്നുള്ള ഒരു ബന്ധമുണ്ടാവുകയും ഗുരു പറയുന്നത് അനുസരിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അനുസരണയോടുകൂടി, സംസ്കാരത്തോടുകൂടി, വിനയത്തോടുകൂടി വളർന്നു വരാൻ ഒരു തലമുറയെ ഒരു വശത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ സമരം നടത്തി കേരളത്തിൽ. എന്ന് മാത്രമല്ല, കേസ് കൊടുത്തു. അധ്യാപകരുടെ കാല് തൊട്ട് തൊഴുവിച്ചു, നമസ്കരിപ്പിച്ചു വിദ്യാർത്ഥികളെ എന്നൊക്കെ പറഞ്ഞ് ആ അധ്യാപകർക്കെതിരെയും സ്കൂളിനെതിരെയും കേസ് കൊടുത്ത പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അതിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അധ്യാപകരെ ഒരു കാരണവശാലും ആരും ബഹുമാനിക്കാനോ ആദരിക്കാനോ പാടില്ല. അങ്ങനെ ആദരവുള്ള ഒരു സമൂഹം, വിനയമുള്ള ഒരു തലമുറ, സംസ്കാരമുള്ള ഒരു ജനം, ഒരു സമൂഹം, ഒരു പുത്തൻ തലമുറ കുട്ടികൾ വളർന്നു വരരുത് എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. ഇങ്ങനെ വളരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ വഴി പിഴപ്പിച്ച്
അവരെ മുഴുവൻ സംസ്കാരശൂന്യരാക്കി മാറ്റി അവരെ മുഴുവൻ അഹങ്കാരികളും ധിക്കാരികളും ആക്കി അധപ്പതിപ്പിച്ച് മാതാപിതാക്കളെ വെല്ലുവിളിക്കുന്ന, അധ്യാപകരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒപ്പം തന്നെ ഒരു പറ്റം രക്ഷകർത്താക്കൾക്കും ഇതിന് പങ്കുണ്ട്. മക്കൾ എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. കുട്ടികളെ ശാസിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല, അവർ പറയുന്നതെല്ലാം അനുസരിക്കുകയാണ് മറ്റുള്ളവരെല്ലാം ചെയ്യേണ്ടത്, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള അവരെ ഒരു മൃഗങ്ങളെ പോലെ വളർത്താൻ പാകത്തിൽ പാശ്ചാത്യ പേരന്റിംഗ് സിസ്റ്റം ഇവിടെ അടിച്ചേൽപ്പിച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ലക്ഷ്യവും ഈ സമൂഹത്തെ നന്നാക്കലോ തലമുറയെ സംരക്ഷിക്കലോ അല്ല. അങ്ങനെ വളർത്തപ്പെട്ട മാതാപിതാക്കൾ എന്തു ചെയ്തു? കുട്ടികളെ ഏതെങ്കിലും അധ്യാപകർ ശാസിക്കുകയോ ചെറിയ തോതിൽ ശിക്ഷിക്കുകയോ ചെയ്താൽ ആ കുട്ടികൾക്കെതിരെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കുന്ന സംഭവം കേരളത്തിൽ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ധാരാളം സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ മക്കളെ ശാസിച്ചു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അധ്യാപകർക്കെതിരെ കേസ് കൊടുത്ത സംഭവം കേരളത്തിലുണ്ട്, ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ ശാസിക്കാനോ ശിക്ഷിക്കാനോ നിയന്ത്രിക്കാനോ പാടില്ല എൻ്റെ മകളെ, എൻ്റെ മകനെ എന്ന് പറയുന്ന അഹങ്കാരികളായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കളും അവർ വളർത്തുന്ന മക്കളും ഇങ്ങനെ ആയി തീർന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ അത് വലിയ വിഭാഗം അല്ലെങ്കിലും കുറെ അധികം മാതാപിതാക്കൾ ഈ സമീപനം ഉള്ളവരാണ്. അവരും മക്കളൊക്കെ ഇങ്ങനെ അക്രമികളായി മാറുന്നതിന് ഉത്തരവാദികളാണ്. കേരളത്തിൽ തന്നെ കുറച്ചു നാൾ മുമ്പല്ലേ ഒരു അധ്യാപകനെ, അതായത് ഇരിട്ടിക്കടുത്തുള്ള കാക്കയങ്ങാട് പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ AK ഹസൻ മാസ്റ്റർ എന്ന് പറയുന്ന അധ്യാപകനെതിരെ 4 പെൺകുട്ടികൾ കേസ് കൊടുത്തു. പോക്സോ കേസാണ്. അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പെൻഷൻ ആവാറായ സൽപ്പേരുള്ള ഒരു അധ്യാപകനെതിരെ കേസ് കൊടുത്തു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണമാണല്ലോ, അതുകൊണ്ട് കേസ് കൊടുത്ത് ഉടനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. 30 ദിവസം അദ്ദേഹത്തിനെ ജയിലിലിട്ട് പീഡിപ്പിച്ചു. 6 മാസക്കാലത്തോളം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗത്തിൽ നിന്ന്, അധ്യാപന വൃത്തിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദൂരദിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ആ മനുഷ്യനെ എങ്ങനെയൊക്കെ, ആ അധ്യാപകനെ, ആ ഗുരുനാഥനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ അങ്ങനെയൊക്കെ പീഡിപ്പിച്ചു. എന്ന് മാത്രമല്ല, 4 പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു അധ്യാപകനെ, അതും പ്രായമായ ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യ, മക്കള്, അയൽപക്കക്കാര്, ബന്ധുക്കള്, അവരുടെ ഒക്കെ മുൻപിൽ എങ്ങനെ ഈ മാനം കെട്ട അവസ്ഥയിൽ ജീവിക്കും? സാമാന്യ നിലയ്ക്ക് അവർ ആത്മഹത്യ ചെയ്യും. കേരളത്തിൽ അങ്ങനെ പലയിടത്ത്, ആറ്റിങ്ങല്, ചേർത്തലയില്, മലബാറിൽ പല സ്ഥലത്തും അധ്യാപകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കള്ള പോക്സോ കേസിന്റെ പേരിൽ അധ്യാപകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ഹസൻ മാസ്റ്റർ ദൈവാധീനത്തിന് അദ്ദേഹത്തിന്റെ ആത്മബലം കൊണ്ടും സ്വന്തം മനസാക്ഷിയെ കുറിച്ചുള്ള ഉറപ്പുകൊണ്ടും അദ്ദേഹം ഏതായാലും ആത്മഹത്യ ചെയ്തില്ല, പിടിച്ചു നിന്നു. മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിന്നു. പിന്നീട് എന്താണ് ഉണ്ടായത്? നാളുകൾക്ക് ശേഷം കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ ഈ പെൺകുട്ടികള് കോടതിയിൽ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് കള്ളക്കേസ് പറയിപ്പിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വൈരാഗ്യം തീർക്കുവാൻ, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ 4 പെൺകുട്ടികളെ കൊണ്ട് അധ്യാപകനെതിരെ കേസ് കൊടുപ്പിച്ച് ജയിലിലാക്കി പീഡിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ നന്നാക്കി വളർത്തും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത് ആൾക്കാരെ ആരെയും അപമാനിക്കാം, തകർത്ത് കളയാം, കുടുംബത്തോടെ മുടിച്ചു കളയാം എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടികൾ, അത് കണ്ടു വളരുന്ന മറ്റു പെൺകുട്ടികൾ, അവരെ അതിന് പ്രേരിപ്പിച്ച മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നല്ലോ, ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നല്ലോ ഇത് കള്ളക്കേസാണെന്ന്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇങ്ങനെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത് സമൂഹത്തെ, വളരുന്ന ഓരോ കുഞ്ഞിനെയും മൃഗമാക്കി, ക്രൂര ജന്തുക്കളാക്കി, രാക്ഷസ സ്വഭാവമുള്ളവരാക്കി, ആസുരിക സ്വഭാവമുള്ളവരാക്കി മാറ്റി ഈ കേരളത്തിലെ സംസ്കാരശൂന്യമായ തലമുറകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ 90% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഉത്തരവാദിത്വം. ഒരു പറ്റം മാതാപിതാക്കൾക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ പേരന്റിംഗ് സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. സായിപ്പ് പറയുന്നതല്ല, കുടുംബ സംവിധാനത്തെക്കുറിച്ച് സങ്കല്പമില്ലാത്ത, കുടുംബ ജീവിതത്തിന്റെ പാരമ്പര്യമില്ലാത്ത യൂറോപ്യൻ
വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അവിടുത്തെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്ന സാഹചര്യമല്ല കേരളത്തിൽ, ഭാരതത്തിലുള്ളത്. ഇവിടെ മാതാപിതാക്കളോടൊപ്പമാണ് കുട്ടികൾ വളർന്നു വരുന്നത്. മാതാപിതാക്കളാണ് കുട്ടികളെ വളർത്തുന്നത്. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമാണ് അവരെ പോറ്റുന്നത്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ യൂറോപ്പിലെ ഈ അനാഥ മന്ദിരങ്ങളിലൂടെ അല്ലെ സർക്കാർ മന്ദിരങ്ങളിലൂടെ വളരുന്ന മക്കൾക്ക് ഉള്ള ട്രീറ്റ്മെന്റോ അവരോടുള്ള സമീപനമോ വേണം ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് വളർന്നു വരുന്ന കുട്ടികളോടും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പിഴപ്പിച്ച് കളയുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാലോചിക്കണം, ഭരണാധികാരിമാരാലോചിക്കണം. അതിലുപരി മാതാപിതാക്കൾ തീരുമാനിക്കണം. മക്കളെ തല്ലി വളർത്തുന്നത് കൊണ്ടൊന്നും ദോഷമില്ല. ക്രൂരമായി മർദ്ദിക്കുന്നതിനെ കുറിച്ചല്ല. സ്വന്തം മക്കളെ മാതാപിതാക്കൾ തല്ലുന്നത് ഇപ്പൊ അതും ഇല്ലല്ലോ. അതൊക്കെ വലിയ കേസാണെന്ന്. അച്ഛനും അമ്മയും തല്ലിയെ ശാസിച്ചാൽ അതുപോലും കേസാക്കാൻ കഴിയുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അച്ഛനമ്മമാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അപ്പോഴല്ലേ അധ്യാപകർക്ക്. ഈ ഒരു ഗതികെട്ട ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ നിന്ന് ഈ സംവിധാനത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. പഴയ തരത്തിൽ ഗുരുശിഷ്യ ബന്ധത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അച്ഛനമ്മമാർ ശാസിച്ചും ശിക്ഷിച്ചും ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രീതിയിൽ മാതാപിതാക്കൾ മക്കളെ വളർത്തേണ്ടതുണ്ട്. പേരന്റിങ് കുറച്ചുകൂടി വ്യവസ്ഥ നല്ല രീതിയിൽ നമ്മുടെ ഭാരതീയ കുടുംബ സങ്കല്പം അനുസരിച്ച് തന്നെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിന് വിധേയമായി മക്കൾ വളരണം. അല്ലാതെ അവരിങ്ങനെ അഴിച്ചുവിട്ടതുപോലെ അല്ല. അധ്യാപകരുടെ ശാസനയ്ക്ക് കീഴടങ്ങി മക്കൾ പഠിക്കുകയും വളരുകയും ചെയ്യട്ടെ. 10-16 വയസ്സായി അവർ തരുണന്മാരോ തരുണികളോ ആയിക്കഴിയുമ്പോൾ അവരെ സുഹൃത്തുക്കളെ പോലെ കാണുക. അതിനു മുൻപ് ശൈശവം മുതൽ ഈ യൗവനാരംഭം വരെയും അവരെ തോന്നിയതുപോലെ അഴിച്ചുവിട്ട് അവരെ ഈ കുറ്റിയറ്റ കന്നുകാലികളെ പോലെ വളർത്താൻ അവരെ അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം അവരിങ്ങനെ പിഴച്ചു പോകുന്നതിന് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വിദ്യാഭ്യാസ വിചക്ഷണന്മാരവരുടെ സംവിധാനം മാറ്റണം, മാതാപിതാക്കൾ അവരുടെ സമീപനം മാറ്റണം, അധ്യാപകര് മാതാപിതാക്കളുടെ കൂടി സമ്മതത്തോടുകൂടി ശാസനയോടും ശിക്ഷയോടും കൂടി ആകാവുന്ന തരത്തിൽ കുട്ടികളെ ക്രമേണ നിയന്ത്രിച്ച് തന്നെ വളർത്താനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനഃക്രമീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്നത് ഒരിക്കലും മനുഷ്യരായിരിക്കില്ല, ക്രൂര ജന്തുക്കളായിരിക്കും. അതിൻ്റെ എത്രയോ ഉദാഹരണം നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇത് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഭാവി കേരളത്തിൽ ഒരു പറ്റം ഹിംസ്ര ജന്തുക്കൾ മാത്രമേ മനുഷ്യരൂപത്തിൽ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യത്വമുള്ള ആരും ഉണ്ടാവില്ല. സംസ്കാരവും സാമൂഹിക ബോധവുമുള്ള ഒരു സമൂഹം എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.